മലപ്പുറത്ത് മസാജ് സെന്ററിൽ യുവാവിനെ വിവസ്ത്രനാക്കി ഫോട്ടോ എടുത്ത് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ സൗദ്, കോട്ടയം സ്വദേശിയായ ജയന്തി, ഓച്ചിറ സ്വദേശിയായ വീണ എന്നിവരാണ് പിടിയിലായത്. ആദ്യം ഒരു പ്രതികരണം വരുന്നു അതിൽ. സ്പാ സെന്ററാണ്. അപ്പം അവിടെ മസാജിനായിട്ട് പോയ മനോജ് എന്നയാളെ അടുത്ത സ്പായുടെ നടത്തിപ്പുകാരനും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മസാജ് ചെയ്യാൻ ഉള്ള സ്ത്രീകളും കൂടിയിട്ട് അയാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു 28,500 രൂപയും 1.5 പവൻ്റെ മാലയും പിന്നെ അയാൾ സഞ്ചരിച്ചു വന്ന മോട്ടോർ സൈക്കിളും റോബറി ചെയ്തു പോയ സംഭവത്തിനാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. നിഖില പ്രമേശ് ഉണ്ട് മലപ്പുറത്ത്. നിഖില, എന്ത് പേരിലായിരുന്നു ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്? എന്തൊക്കെയാണ് ഈ സ്ഥാപനത്തിൽ നടന്നിരുന്നത്? പുതിയ അപ്ഡേറ്റ്. സുഹൈലെ, തിരൂർ ഏറ്റിരിക്കടവ് എന്ന സ്ഥലത്തുള്ള ഓറ വെൽനസ് സെന്റർ എന്ന മസാജ് സെന്ററിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടുള്ളത്. മസാജിന് പോയ യുവാവിനെ വിവസ്ത്രനാക്കി ഫോട്ടോ എടുത്ത് പണം തട്ടാനുള്ള ശ്രമമാണ് അവിടെ ഉണ്ടായിരുന്ന 3 പേർ ചേർന്ന് നടത്തിയത്. തിരുവനന്തപുരം സ്വദേശിയായ സൗദ്, കോട്ടയം സ്വദേശിയായ ജയന്തി, ഓച്ചിറ സ്വദേശിയായ വീണ എന്നിവരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായത്. ഈ മസാജിന് പോയ മനോജിന്റെ കൈവശം കൂടുതൽ പണം ഉണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതികൾ മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയും 28,500 രൂപയും 1.5 പവന്റെ സ്വർണ്ണമാലയും ബൈക്കും കൈക്കലാക്കുകയായിരുന്നു. കേവലം 1,500 രൂപയാണ് ഇവിടുത്തെ മസാജിന് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇയാളുടെ കയ്യിൽ കൂടുതൽ പണം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൂടുതൽ പണം കൈക്കലാക്കാനുള്ള ഒരു ഹണി ട്രാപ്പ് ഇവർ നടപ്പാക്കിയത്. മസാജ് സെന്ററിലെ സ്ത്രീകളെ ഉപദ്രവിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ഇവരൊരു പരാതി നൽകിയിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മസാജിങ്ങിൽ എത്തിയ ഇയാളുടെ കയ്യിൽ നിന്ന് മുഴുവൻ പണവും കൈക്കലാക്കാൻ വേണ്ടി ഒരു ഹണി ട്രാപ്പ് നടത്താനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത്. അതായത് നിങ്ങളുടെ നഗ്ന ചിത്രങ്ങളടക്കം ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ഇത് ഞങ്ങൾ പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഇതിന്റെ ഉടമയും അതോടൊപ്പം തന്നെ മറ്റവിടുത്തെ ജീവനക്കാരായിട്ടുള്ള 2 പേരും ചേർന്ന് 2 വനിതകളും ചേർന്ന് ഇത്തരത്തിലെ ഒരു തട്ടിപ്പ് നടത്താൻ ശ്രമം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് തിരൂർ പോലീസ് ഇപ്പോൾ ഇവർ 3 പേരെയും പിടികൂടിയിരിക്കുകയാണ്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.